അല്ലാഹുവിന്റെ ഹബീബ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ ചോദിക്കുമായിരുന്നു, ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഓരോരുത്തരും കണ്ടാലത് പറയും. അല്ലാഹുവിന്റെ ഹബീബ് ഒരിക്കൽ ചോദിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞു, നബിയേ, ഞങ്ങളാരും കണ്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ കാണുന്ന സ്വപ്നം ദിവ്യദർശനമാണ്, വഹ്യാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അല്ലാഹു നൽകുന്ന വഹ്യല്ലാതെ മുത്ത് റസൂൽ സംസാരിക്കില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. വഹ്യല്ലാതെ മിണ്ടില്ല. റുഅയൽ അംബിയാഇ വഹ്യുൻ, അംബിയാഇന്റെ സ്വപ്നം വഹ്യാണ്. കാരണം ഫഇന്നഹു തനാമു ഐനായ വലാ യനാമു ഖൽബി. സ്വഹാബത്തെ, എന്റെ കണ്ണുകളെ ഉറങ്ങൂ, എന്റെ ഹൃദയം ഉറങ്ങില്ല. വകദാലികൽ അംബിയാ, പ്രവാചകന്മാരും അങ്ങനെയെന്ന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരും കണ്ടില്ലെന്ന് പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, ലാകിന്നനി, ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊരു സ്വപ്നം. രണ്ടാളുകൾ എന്നെ കൊണ്ടുപോയി ബൈത്തുൽ മുഖദ്ദസിലേക്ക്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭൂമിയിലേക്ക്. ഞാൻ അവിടെ ഇരിക്കുന്ന ഒരാളെ കണ്ടു. വേറൊരു മനുഷ്യൻ തന്റെ കയ്യിൽ ഇരുമ്പിന്റെ കുളത്തുകൾ വെച്ച് തന്റെ കവിൾ മാന്തി എടുക്കുന്നുണ്ട്, വാർന്നെടുക്കുന്നുണ്ട്, കുത്തി വലിക്കുന്നുണ്ട്, പിരടി വരെ വലിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ആരാണത്? നമുക്ക് പോകാം നബിയേ, നമുക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്നു. ആ സമയം വേറെ ഒരു മനുഷ്യന്റെ തല അദ്ദേഹം മറന്നു കിടക്കുന്നു. തൊട്ടടുത്ത് ഒരാൾ വലിയ ഒരു ഉരുളൻ കല്ലുകൊണ്ട് വന്ന് തലയിലേക്ക് എറിയുന്നുണ്ട്. തല പൊളിയുമ്പോൾ, ആ കല്ല് ഉരുണ്ടു നീങ്ങുമ്പോ അതെടുക്കാൻ വേണ്ടി നടന്ന് തിരിച്ച് യാതരികത്തേക്ക് വരുമ്പോഴേക്കും തല പൂർവ്വസ്ഥിതിയിലായിട്ടുണ്ട്. വീണ്ടും എറിയുന്നു, തല പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് റഹ്മത്തുൽ ലിൽ ആലമീൻ ചോദിച്ചു, എന്താണ് ഈ സംഭവിക്കുന്നത്? എന്താണ് ഈ അനുഭവം? നമുക്ക് പോകാം നബിയേ, നമുക്ക് പോകാം. ഞങ്ങൾ കണ്ടെത്തിയത് ഒരു അടുപ്പ്, തീയാളുന്ന അടുപ്പ്. താഴ്ഭാഗത്ത് ഒരുപാട് ആളുകളുണ്ട്. അതിന്റെ അടിഭാഗത്ത് നിന്ന് തീ വരുമ്പോൾ വസ്ത്രമില്ലാത്ത പുരുഷന്മാരും പെണ്ണുങ്ങളും അതിന്റെ അകത്തുണ്ട്. തീ വരുമ്പോൾ ആർത്ത് നിലവിളിച്ചവർ മേലോട്ട് വരുന്നു. തീ താഴുമ്പോൾ താഴേക്ക് തന്നെ. അങ്ങനെ നിലവിളിച്ച് ആർത്ത് നിലവിളിക്കുന്ന രംഗം കാരുണ്യമുള്ള ഹബീബ്, കരുണാദയാലുവായ അല്ലാഹുവിന്റെ അർറഹ്മത്തുൽ മുഹ്ദാ ഹബീബ് കണ്ടപ്പോ ചോദിച്ചു, എന്താണിത്? നബിയേ, നമുക്ക് കടന്നു പോകാം. നബിയേ, നമുക്ക് കടന്നു പോകാം. ചെമന്ന ഒരു പുഴ കാണുന്നു. ചുവപ്പ് നിറമാണത്. ആ പുഴയുടെ നടുവിൽ ഒരാളുണ്ട്, കരയിൽ വേറെ ഒരാൾ. നടുവിലുള്ള ആള് കരയിലേക്ക് നീന്തി അടുക്കുമ്പോഴേക്കും കരയിൽ നിന്ന് കല്ലുകൊണ്ടെറിയുന്നുണ്ട്. അടുക്കാൻ കഴിയാതെ വീണ്ടും തളർന്ന് ക്ഷീണിച്ചവശനായി വെള്ളത്തിലേക്ക് തന്നെ തിരിച്ചു നീന്തുന്നു. കരയിലേക്ക് വരുമ്പോഴേക്കും വേറു ലഭിക്കുന്നു. ആരാണ്? ജിബ്രീലേ, എന്താണ് ഈ കാണുന്നത്? നബിയേ, നമുക്ക് പോകാം, നമുക്ക് പോകാം നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് ബർസഖിയായ ലോകത്ത് നടക്കുന്ന ഒരനുഭവം ഉലമാ വിവരിക്കുന്നത് ഖബറിന്റെ ലോകത്ത് നടക്കുന്ന ഒരനുഭവം. അവിടുത്തെ സ്വപ്ന ദർശനം വഹ്യായി ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് ഞങ്ങൾ ചെല്ലുന്നത് ഒരു പച്ച നിറമുള്ള നല്ല ഇടതിങ്ങിയ ഇലകളുള്ള ഒരു വൃക്ഷത്തിന്റെ താഴേക്ക്. അവിടെ ഒരു വൃദ്ധനായ ഒരാളുണ്ട്, ഒരുപാട് മക്കളും. അതിന്റെ അരികത്ത് ഒരാൾ തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ അരികത്തൊരു വീട്, മനോഹരമായ വീട്. അപ്പുറത്ത് അതിലും മനോഹരമായ വേറൊരു വീട്. എന്താണിത്, എന്താണിത് എന്ന് ചോദിച്ചപ്പോ, നബിയേ, നമുക്ക് പോകാം, കടന്നു പോകാം. ഹബീബ് ചോദിച്ചു, ഇന്ന് രാത്രി നമ്മൾ ഒരുപാട് ചുറ്റിക്കണ്ടല്ലോ, എന്താണ് കണ്ടത് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരൂ. പറഞ്ഞു തരാം നബിയേ. ആദ്യം കണ്ടത് ഇരുമ്പിന്റെ കുളത്തുകൊണ്ട് വായ പിച്ച് ചീന്തി കുളത്തി വലിച്ച് പിരടി വരെ വലിച്ചു മുറിവ് വരുത്തുന്ന ഈ ആൾ ആരാണെന്നറിയുമോ? കദ്ദാബുൻ യുഹദ്ദിസു ബിൽ കിദ്ബ. നുണ പറയുന്ന ആളാണത് കദ്ദാബ്. എങ്ങനത്തെ നുണ എന്നറിയുമോ? ആധുനിക ലോകത്തെ നുണ എന്ന് എനിക്ക് തോന്നിപ്പോകുന്ന ഹദീസ് വായിക്കുമ്പോ, കദ്ദാബുൻ യുഹദ്ദിസു ബിൽ കിദ്ബ ഫതുഹ്മലു അൻഹു ഹത്താ തബ്ലുഗൽ ആഫാഖ്. താൻ പറയുന്ന നുണ ചക്രവാള സീമകളിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനത്തെ നുണ പറയുന്ന ഒരാൾ
തുഹ്മലു അൻഹു, അത് അയാളിൽ നിന്ന് ക്യാരി ചെയ്യപ്പെടുന്നു. ഫതബ്ലുഗുൽ ആഫാഖ്, ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് എത്തുന്ന വിധം നുണ പറയുന്ന ആൾ. ആധുനിക മീഡിയ ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കുക, അല്ലാഹുവിന്റെ റസൂൽ തരുന്ന താക്കീതാണിത്. കസ്സാബുൻ യുഹദ്ദിസു ബിൽ കിദ്ബ, ഒരു നുണ പറയും. ആ നുണ പറഞ്ഞിട്ട് ഇദ്ദേഹം പറഞ്ഞ നുണ ലോകത്തിന്റെ മുക്കുമൂലകളിൽ എത്തുന്ന വിധം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന ക്ലിക്ക്, ഒരു അപ്ലോഡിംഗ്, ഒന്ന് സെൻഡ് ചെയ്യുന്നത്, ഒന്ന് ഫോർവേഡ് ചെയ്യുന്നത് ലോകത്തിന്റെ മുക്കുമൂലകളിൽ സെക്കൻഡുകളെ കൊണ്ട് എത്തുന്ന നുണയെന്ന് പറഞ്ഞ ഹദീസിന്റെ ആശയങ്ങളുടെ ഉള്ളിൽ ഇന്നത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ പറയുന്ന നുണപ്പെടുന്നില്ലേ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരൊറ്റ നുണ പണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. ഇന്നതല്ല, ഓടിക്കൊണ്ടിരിക്കുകയാണ്. നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ, ഈ രീതിയിൽ അനുസ്യൂതം അണമുറിയാതെ മനുഷ്യന്റെ തെറ്റുകളാണെങ്കിൽ തെറ്റുകൾ, നന്മയാണെങ്കിൽ നന്മകൾ, ഉപകാരം എടുക്കേണ്ടവൻ ഉപകാരവും ശിക്ഷ വേണ്ടവന് ശിക്ഷയും എമ്പാടും കിട്ടത്തക്ക വിധത്തിൽ സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെ നുണ പറയാൻ ഉപയോഗിക്കല്ലിൻ, ഫസാദും ഫിത്നയും പരത്താൻ ഉപയോഗിക്കല്ലിൻ, സമൂഹത്തെ തമ്മിൽ തല്ലിക്കാൻ ഉപയോഗിക്കല്ലിൻ. അത്തരം ആളുകൾ ഖബറിൽ ഇരുമ്പിന്റെ കുളത്തുകൊണ്ട് തന്റെ വായ ഇരുമ്പിന്റെ കുളത്ത് കവിളിൽ കുളത്തി വലിച്ച് പിരടി വരെ പിച്ചി ചീന്തുന്നത് കണ്ണുകൊണ്ട് കാണുകയാണ്. അദൃശ്യലോകം നോക്കിക്കാണാൻ കഴിഞ്ഞ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹയിന്റെ വെളിച്ചമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. രണ്ടാമത്തെ ആൾ നബിയേ ആരാണെന്നറിയുമോ? തല അടിച്ചു പൊളിക്കുന്ന ഒരാൾ, തല്ലി തകർക്കുന്നു. ഒരു കല്ല് തലയിലേക്കിട്ട് ആ കല്ല് ഉരുളുമ്പോഴേക്കും അത് എടുത്തുകൊണ്ടുവന്ന് രണ്ടാമതും തലയിലേക്ക് ആ മനുഷ്യൻ ഫറജുലുൻ അല്ലമഹുല്ലാഹുൽ ഖുർആന ഫനാമ അൻഹു ബില്ലൈൽ, അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് ഫനാമ അൻഹു ബില്ലൈൽ, രാത്രി 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാൻ സാധിക്കാത്ത ദൗർഭാഗ്യവാൻ. വലം യഅമൽ ബിഹി ബിന്നഹാർ, പകലിൽ ഖുർആനനുസരിച്ച് അമൽ ചെയ്യാത്തവർ. പണ്ഡിതന്മാര്, മുഅല്ലിമീങ്ങളായ ആളുകൾക്കുള്ള കടുത്ത താക്കീതാണത്. ഒരു മനുഷ്യൻ അറിയുകയും ആ അറിവ് ജീവിതത്തിലേക്ക് പകർത്താതിരിക്കുകയും ചെയ്താൽ അല്ലാഹു നൽകുന്ന ശിക്ഷയാണ് കല്ലുകൊണ്ട് തല ഇടിച്ചു പൊളിക്കുന്നത്. വഹയിന്റെ വെളിച്ചം കൊണ്ട് അദൃശ്യ ലോകം നോക്കിക്കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നബിയെ നിങ്ങൾ കണ്ടുവല്ലോ, ഒരു ഇടുങ്ങിയ പാത്രം പോലെയുള്ളൊരു അടുപ്പ്, അതിന്റെ അകത്തൊരുപാട് ആളുകൾ, വസ്ത്രമില്ലാത്ത ആണുങ്ങളും പെണ്ണുങ്ങളും. താഴ്ഭാഗത്തിലൂടെ തീ വരുമ്പോൾ ആർത്ത് വിളിച്ചു മേലോട്ട് വരുന്ന ഇവർ ശരീരത്തിന്റെ വൈകാരികമായ ആവശ്യങ്ങൾ അല്ലാഹു അനുവദിച്ച നിക്കാഹിലൂടെ വിവാഹം ചെയ്തൊരു ഭർത്താവിനെ സ്വീകരിക്കേണ്ടതിന് പകരം വിവാഹിതനായ ഒരു ഭാര്യയെ സ്വീകരിച്ച് അവളുടെ കൂടെ ശയിക്കേണ്ടതിന് പകരം ഹറാമായ വഴിയിലൂടെ വ്യഭിചാരം ചെയ്തു നടന്ന ആളുകളെ അല്ലാഹു ശിക്ഷിക്കുന്ന രൂപമാണിതെന്ന് മുത്തുനബിയെ കാണിച്ചു കൊടുത്തു അല്ലാഹു ജല്ല ജലാലു. ഹബീബ് നമുക്കത് പഠിപ്പിച്ചു തരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിച്ചിരിക്കുകയാണ്. ഹബീബായ നബിയോട് ഒന്നുകൂടെ പറഞ്ഞു, നബിയേ ചെമന്ന പുഴ കണ്ടില്ല നബിയേ, ചുവപ്പ് വെള്ളമുള്ള പുഴ. ആ പുഴയുടെ നടുവിലൊരാൾ നീന്തി കരയിലേക്ക് അടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും എറിഞ്ഞാട്ടപ്പെടുന്ന ഈ മനുഷ്യൻ പലിശ കൊടുക്കുന്നവനാണ്, പലിശ തിന്നുന്നവനാണ്, പലിശ ഉപയോഗിക്കുന്നവനാണ് നബിയേ. ആകിലുർ റിബാ. അല്ലാഹു നമുക്ക് കാവൽ തരട്ടെ. വാഹനം പലിശയിൽ, വീട് പലിശയിൽ, സ്ഥലം വാങ്ങുന്നത് പലിശയിൽ, കച്ചവടം തുടങ്ങുന്നത് പലിശയിൽ, മക്കളെ പഠിപ്പിക്കുന്നത് പലിശയിൽ, എല്ലാം പലിശയിൽ. എങ്ങനെയാണ് ഉമ്മത്തിന് ബറക്കത്തുണ്ടാവുക? അല്ലാഹുവിനോട് യുദ്ധം പ്രഖ്യാപിക്കില്ലേ നമ്മൾ? തൗബ ചെയ്ത് മടങ്ങാൻ സൗഭാഗ്യമില്ലാത്ത ഈ ദൗർഭാഗ്യവാന്മാർക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷയാണ് നബിയെ. ഖിയാമത്തിന്റെ മുമ്പേ, പരലോകത്തെ ശിക്ഷയ്ക്ക് മുമ്പേ ഖബറുകളിൽ പോലും അവർ ഇങ്ങനെ അനുഭവിക്കുന്നുവെന്ന് പരിശുദ്ധ ഹബീബ് റസൂലുള്ളാഹി صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.